സ്കെച്ചിങ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. അതായത് നമ്മളെ എല്ലാവരെയും അലട്ടണ ഒരു വലിയ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതായത് പിമ്പിൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്കാണ് കേട്ടോ കൂടുതൽ പേടി. അതായത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ അധികം പിമ്പിൾസ് ഒന്നും അങ്ങനെ കാണാറില്ല, അപൂർവമായിട്ടേ അവർക്ക് പിമ്പിൾസൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് പിമ്പിൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണല്ലേ. പക്ഷേ അതിന് ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമ്മളൊരു ഓയിലി ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഒരു പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു 2-3 കുരുവെങ്കിലും ഫേസിലുണ്ടാവും. ഞാനൊരു ഓയിലി സ്കിന്നുള്ള ആളാണ് കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പിമ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ജെല്ലും ഒരു മോയ്സ്ചറൈസറും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെല്ലി യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ജെല്ലി യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണം കുറച്ച് നീം ലീഫാണ് കേട്ടോ, അതായത് ആര്യവേപ്പ് എന്ന് പറയും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് പറിച്ച് കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് റെഡിയാക്കി വെച്ചാൽ മതി. അതായത് ഒരു മാസത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണ അത്ര അളവിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല എടുക്കുന്ന സമയത്ത് ചില ഇലയിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിലും ഇങ്ങനെ എന്താ പറയുക മാറാമ്പൽ പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഇലയൊക്കെ നിങ്ങൾ കളയണം കേട്ടോ. പിന്നെ പുഴുക്കുത്തുള്ള ഇലകളും എല്ലാം കളയണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഇല മാത്രം അടർത്തി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയെല്ലാം ഈ ഗ്ലാസ് ബൗളിനകത്ത് അടർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറുണ്ടല്ലോ മിക്സിയുടെ, ആ ചെറിയ ജാറിനകത്തേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അരക്കണ സമയത്ത് ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ ഇതൊന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ പൊടിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ട്, ഇപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇതെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് ആര്യവേപ്പിൻ്റെ ഇല കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് ഫേസിൽ മൊത്തം നന്നായിട്ട് പിമ്പിൾസൊക്കെ ഉള്ള സമയത്ത് ഒരു പാക്കായിട്ടും ഇതിങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഒരു 1-2 തുള്ളി കോക്കനട്ട് ഓയിൽ നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതായത് അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആയ ഒരു ഫീലിംഗ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഫേസിലിടാൻ, ഒരാളുടെ ഫേസിലിടാൻ ആവശ്യത്തിൽ 1-2 തുള്ളി കോക്കനട്ട് ഓയിൽ, അതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതൊരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ നീം ജ്യൂസ് ഉണ്ടല്ലോ, ഈ നീം ജ്യൂസിൽ നിന്ന് ഒരു സ്പൂൺ നീം ജ്യൂസ് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിക്കാം കേട്ടോ. ഈ ഒരു സ്പൂൺ നീം ജ്യൂസിന് നമുക്ക് ഈ അലോവേര ജെല്ല്, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഫ്രഷ് അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് അലോവേരയുടെ ജ്യൂസ് എടുത്താലും മതി കേട്ടോ. ഫ്രഷ് അലോവേര ജെല്ല് ഇതിൽ നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം ആ ജെല്ല് നമ്മളിപ്പോൾ എടുത്ത് വെച്ച ഈ നീം ജ്യൂസിൽ മിക്സ് ചെയ്താലും മതി. പക്ഷേ കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഇത് സ്റ്റോർ ചെയ്തൊക്കെ വെക്കുമ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ കുറച്ച് നല്ലത് നമ്മുടെ റെഡിമെയ്ഡ് ഇതുണ്ടല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഈ അലോവേര ജെല്ലിൽ നിന്ന് കുറച്ച് ജെല്ല് ഇതിലേക്കൊന്ന് ഇടാം കേട്ടോ. അതായത് ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ അലോവേര ജെല്ല് കൂടി നമുക്ക് ഈ നീം ജ്യൂസിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അലോവേര ജെല്ല് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ല് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്തേക്കണ അലോവേര ജെല്ല് ഇതിൽ പോരാ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ജെല്ല് ഞാനിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇട്ടേക്കണ ഈ അലോവേര ജെല്ലുണ്ടല്ലോ, അതിങ്ങനെ കട്ട പോലെ കിടക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് പോലെ ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ, നമുക്കിത് അപ്ലൈ ചെയ്യാൻ അങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ല. അതേസമയം ഡെയിലി നമ്മൾ കുറച്ച് ആര്യവേപ്പ് എടുത്ത് അരച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ 1-2 ദിവസം ചെയ്യും, പിന്നെ നമുക്ക് മടിയാവും ചെയ്യാൻ. ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് മടി ഉണ്ടാവില്ല. നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് ഈ പിമ്പിൾസ് നിങ്ങളുടെ ഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മറക്കില്ല ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ വരാതിരിക്കാനായിട്ടും, അതായത് പിമ്പിൾസ് ഉള്ളപ്പോൾ മാത്രമല്ല കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്. പിമ്പിൾസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇത് ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം അപ്ലൈ ചെയ്യണത് വളരെ നല്ലതാണ്. അതായത് പിമ്പിൾസ് വരാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മളുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള പിമ്പിൾസിൻ്റെ ആ കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ, ആ പാടൊക്കെ പോവാനും എല്ലാം നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ ഇട്ടിട്ട് ജെല്ലെല്ലാം നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നേരത്ത് ഇനി ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ, ചെറിയ ഗ്ലാസിൻ്റെ ബോട്ടിൽ, പ്ലാസ്റ്റിക്കിലൊന്നും നിങ്ങൾ ഇട്ട് വെക്കരുത് കേട്ടോ. ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കണം. ഈ ചെറിയ ഗ്ലാസ് ബോട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് എന്താ പറയുക, കിച്ചണിലൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് എന്തായാലും കിട്ടും. കാരണം നമ്മുടെ ചെറിയ ഹണിയൊക്കെ വേണ്ട കൊച്ചു ചില്ലിൻ്റെ കുപ്പിയില്ലേ, അതിലൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ആ കുപ്പി ഒന്ന് ഉണക്കി എടുത്തിട്ട് അതിലിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നീം ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്തത് കൊണ്ടിട്ട് നമ്മുടെ ഫേസിൽ കളറ് കിട്ടാൻ കൂടി ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നീം മോയ്സ്ചറൈസർ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ നീം മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ള മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ ഫേസിൽ അപ്ലൈ ചെയ്യണത് ആ മോയ്സ്ചറൈസർ നമുക്ക് ഈ ഗ്ലാസ് ബൗളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളുടെ നമ്മളിപ്പോൾ അരച്ചെടുത്ത നീം ജ്യൂസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഒഴിക്കാം. അപ്പോൾ ഈ നീം ജ്യൂസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് 1 മാസം യൂസ് ചെയ്യാൻ എത്ര ആവശ്യമുണ്ടോ അത്രയും നിങ്ങൾ എടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നീം മോയ്സ്ചറൈസറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ നീം ജെല്ലാണെങ്കിലും നീം മോയ്സ്ചറൈസർ ആണെങ്കിലും ഒരു ഗ്ലാസ് ബൗളിലിട്ടിട്ട് ഗ്ലാസ് ജാറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ എടുത്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസും നെക്കും എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നമ്മുടെ ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ഈ മോയ്സ്ചറൈസർ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ജെല്ല് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അതായത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അതായത് പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഈ ജെല്ലാണ് കേട്ടോ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യണത്. അതായത് പിമ്പിൾസ് ഉള്ള സമയത്ത് നമ്മൾ ജെല്ലും പിമ്പിൾസൊക്കെ മാറി നമ്മുടെ ഫേസ് ക്ലിയർ ആകുമ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസറും യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ പിമ്പിൾസ് ഉള്ള സമയത്ത് നിങ്ങൾ ആ പിമ്പിൾസ് ഫുള്ളായിട്ട് മാറണ വരെ ഡെയിലി ഇത് യൂസ് ചെയ്യാം. പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്തെല്ലാം നമുക്കിത് എത്ര പ്രാവശ്യം വേണം, അതായത് നിങ്ങൾക്ക് ഒരു 2-3 hours കഴിയുമ്പോൾ ഇപ്പോൾ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്തു, അത് ഒരു 3 മണിക്കൂറൊക്കെ ഫേസിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് പ്ലെയിൻ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വീണ്ടും കുറച്ചും കൂടി അപ്ലൈ ചെയ്യണതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇത് ഇട്ടും കൊണ്ടിട്ട് നമ്മുടെ ഫേസിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ജെല്ലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഇട്ട് വെയിലത്തൊന്നും പോകരുത് കേട്ടോ. അതായത് രാത്രിയിൽ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഈ പിമ്പിൾസ് നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.